നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് സംശയമുനയിൽ. പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചെന്ന് കണ്ടെത്തിയ ഫോറൻസിക് റിപ്പോർട്ട് ഹണിയം വർഗീസ് പൂഴ്ത്തി. 2020 ജനുവരി 29 ലഭിച്ച ഫോറൻസിക് റിപ്പോർട്ടാണ് ഹണിയം വർഗീസ് മറച്ചുവെച്ചത്. ഒളിച്ചുവെച്ച റിപ്പോർട്ടിലെ വിവരങ്ങൾ റിപ്പോർട്ടറാണ് പുറത്തെത്തിച്ചത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്ക്. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസിനെ സംശയമുനയിൽ നിർത്തുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചെന്ന ഫോറൻസിക് കണ്ടെത്തലുകൾ ജഡ്ജി ഒളിച്ചുവെച്ചു. പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് 2 വട്ടം പരിശോധിച്ചതിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 2020 ജനുവരി 29 തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബ് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടാണ് ഹണിയം വർഗീസ് പൂഴ്ത്തിയത്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്നും ഇത് ഞെട്ടിക്കുന്ന സംഭവമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2018 ജനുവരി 1 രാത്രി 9:58 ഇതേ വർഷം ഡിസംബർ 13 രാത്രി 10:58 പീഡന ദൃശ്യങ്ങൾ പരിശോധിച്ചെന്നായിരുന്നു റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. സീൽഡ് കവറിൽ കോടതി ചെസ്റ്റിൽ സൂക്ഷിക്കേണ്ടിയിരുന്ന മെമ്മറി കാർഡ് എങ്ങനെ പരിശോധിക്കപ്പെട്ടെന്ന് അന്വേഷിക്കാൻ ജഡ്ജി ഹണിയം വർഗീസ് തയ്യാറായിട്ടില്ല. 2 വർഷത്തോളം പൂഴ്ത്തിവെച്ച റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ 2022 ഫെബ്രുവരി 4 റിപ്പോർട്ടറാണ് പുറത്തെത്തിച്ചത്. അനധികൃത പരിശോധന സ്ഥിരീകരിക്കാൻ ഹൈക്കോടതി ഇടപെട്ട് വീണ്ടും ഫോറൻസിക് പരിശോധനയും നടത്തിയിരുന്നു. ഹാഷ് വാല്യൂവിലെ മാറ്റം മെമ്മറി കാർഡിന്റെ നിയമപരമായ നിലനിൽപ്പിനെ പോലും ബാധിക്കും. ഇത് കൃത്യമായി അറിയുന്ന ജഡ്ജി ഹണിയം വർഗീസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന്റെ കാരണം ദുരൂഹമാണെന്ന് പറയാതെ വയ്യ. റിപ്പോർട്ടർ ആർ. ഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.